ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. SSC CGL എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോളട്ടെ. SSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ഇ ബുക്ക് സീരീസ് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഏകദേശം 15 ബുക്കുകൾ നിങ്ങൾക്ക് അതിൽ ലഭിക്കും. ഏകദേശം 300-ന് മുകളിൽ പേജസ് ഉള്ള ഏകദേശം 15 ഇ ബുക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് അത് ലഭിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ അതിൻ്റെ ആക്സസ് കിട്ടും. അത് നിങ്ങൾക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. അതായത് SSCയുടെ മുഴുവൻ സിലബസുകൾ നിങ്ങൾ SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്കത് പ്രയോജനപ്പെടും. എല്ലാ സബ്ജക്റ്റുകളും മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ അവയർനെസ്, സയൻസ്, സ്റ്റാറ്റിക് GK അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയലാണ്. വേറെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം വെറുതെ സ്റ്റഡി നോട്ട്സ് മാത്രമല്ല, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ നോട്ടായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10,000-ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ 5000 പേജസിലായിട്ട് 15,000-ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസോളം നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വലിയൊരു അസറ്റായിരിക്കും നിങ്ങൾക്ക്. അത് ഒരു വൺ ടൈം പേയ്മെൻ്റ് ആണ്. വെറും 99 രൂപ കൊടുത്താൽ നിങ്ങൾക്കത് ഇ ബുക്കായിട്ട് നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റും. അതൊരു വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഒരിക്കൽ 99 രൂപ മുടക്കി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പം സ്ക്രീനിൽ ഇവിടെ കാണിച്ചിരിക്കാം. അപ്പോൾ നിങ്ങളത് നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം എനിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിരുന്നാൽ മതി. നിങ്ങളുടെ ഇമെയിൽ ID കൂടെ പറയുക. അപ്പോൾ നിങ്ങൾക്കത് ഇമെയിലിലേക്ക്, നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. എ ട്രെയിൻ ക്യാൻ ക്രോസ് എ ബ്രിഡ്ജ് ആൻഡ് എ പോൾ in 6.4 seconds and 4 seconds respectively. The length of the bridge is 60 meters. Find the time taken by train to cross a bike which is running in the same direction with a speed of 15 meter per second. അപ്പോൾ ഒരു ട്രെയിൻ 2 വസ്തുക്കളെ ക്രോസ് ചെയ്യുന്നു. ട്രെയിൻ 2 തരത്തിലുള്ള വസ്തുക്കളെയാണ് ക്രോസ് ചെയ്യുക. ഒന്ന് ദാ ഇങ്ങനെ നിൽക്കുന്ന കുത്തനെയുള്ള വസ്തുക്കൾ, മറ്റൊന്ന് അല്പം നീളം കൂടുതലുള്ള വസ്തുക്കൾ. അപ്പോൾ കുത്തനെയുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു പോൾ, ഒരു പോസ്റ്റ്, എന്തും ആയിക്കോട്ടെ. കുത്തനെയാണോ, അത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണോ, ഒരു പോയിന്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ അവിടെ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? അവിടെ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആയിരിക്കും. കാരണം ഇപ്പോൾ ഇതൊരു ട്രെയിൻ ആണെന്ന് വിചാരിക്കുക, ഇതൊരു പോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇത്രയും ദൂരം സഞ്ചരിക്കണ്ടേ? അപ്പോൾ ലെങ്ത് ഓഫ് ദ ട്രെയിൻ. ഇനി നീളം കൂടുതലുള്ള വസ്തുക്കൾ, ഇതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കുക, ഇതൊരു ട്രെയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെ ഈ ട്രെയിനിന് മറികടന്ന് പോകണമെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? എൻ്റെ കയ്യിലിരിക്കുന്ന 2 പേനയുടെയും കൂടെ നീളം എന്ന് പറയുന്നത് പോലെ രണ്ടിൻ്റെയും കൂടി ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ ലെങ്തിന് മാത്രം വേണ്ട സമയം എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. കാരണം 4 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ ക്യാൻ ക്രോസ് എ ബ്രിഡ്ജ് ആൻഡ് എ പോൾ. പോളിനെ മറികടക്കണമെങ്കിൽ, പോൾ എന്ന് പറയുന്നത് കുത്തനെ നിൽക്കുന്ന സാധനമാണ്, അതിനെ മറികടക്കണമെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ സഞ്ചരിക്കണം. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്തിന് 4 സെക്കൻഡ് മതി. ബ്രിഡ്ജിനെ മറികടക്കണമെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്. അതിന് എത്ര സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6.4 സെക്കൻഡ്. ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ട്രെയിനിൻ്റെ നീളത്തിന് 4 സെക്കൻഡ് മതി, ട്രെയിനിൻ്റെ നീളത്തിനും ബ്രിഡ്ജിൻ്റെ നീളത്തിനും കൂടി 6 സെക്കൻഡ് മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രിഡ്ജിൻ്റെ നീളത്തിന് എത്ര സെക്കൻഡ് മതി? 2.4 സെക്കൻഡ് മതി എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 2.4 സെക്കൻഡ് കൊണ്ടായിരിക്കും ബ്രിഡ്ജിനെ മറികടന്നിട്ടുണ്ടാവുക. ബ്രിഡ്ജിൻ്റെ നീളം എത്ര? 60 മീറ്റർ എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2.4 സെക്കൻഡ് കൊണ്ട് 60 മീറ്റർ ഈ ട്രെയിൻ സഞ്ചരിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. 1 സെക്കൻഡ് കൊണ്ട് എത്ര? 60 ഡിവൈഡഡ് ബൈ 2.4 എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ്. ട്രെയിനിൻ്റെ സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ട്രെയിനിൻ്റെ സ്പീഡ് എത്ര? 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത ചോദ്യം, അത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ ബൈക്ക്. ഈ ട്രെയിൻ ഒരു ബൈക്കിനെ ക്രോസ് ചെയ്യണം. ബൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ, ഒരു കുത്തനെ നിൽക്കുന്ന സാധനമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ബൈക്കിനെ ക്രോസ് ചെയ്യണമെങ്കിൽ ട്രെയിൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ഇതാണ് ബൈക്ക് എന്ന് വിചാരിക്കാം. ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം ട്രെയിനിൻ്റെ നീളം തന്നെയായിരിക്കും. അപ്പോൾ ട്രെയിനിൻ്റെ നീളം എത്രയാണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ
ലെങ്ത് ഓഫ് ദ ട്രെയിൻ എത്ര? നമുക്കറിയാം 4 സെക്കൻഡ് കൊണ്ടാണ് ട്രെയിൻ അതിൻ്റെ നീളം മറികടക്കുക. അപ്പം 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം മീറ്റർ പെർ സെക്കൻഡിലുണ്ട്. നമുക്ക് സ്പീഡ് കിട്ടി അല്ലേ, ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടി എത്ര? 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 25 മീറ്ററാണ്. അപ്പം 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്നതായിരിക്കും ട്രെയിനിൻ്റെ നീളം അല്ലേ. 1 സെക്കൻഡിൽ 25 4 സെക്കൻഡ് കൊണ്ട് എത്ര മക്കളെ? 25 × 4 എത്ര കിട്ടൂടാ? 100 മീറ്റർ എന്ന് കിട്ടും. സോ ട്രെയിനിൻ്റെ നീളം എത്ര? 100 മീറ്റർ. അപ്പം 100 മീറ്റർ നീളമുള്ള ഈ ട്രെയിനിന് ഒരു മനുഷ്യനെ മറികടക്കണം. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് ഒരു മനുഷ്യനെ മറികടക്കണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുത്തനെ നിൽക്കുന്ന സാധനമാണ്. കുത്തനെ നിൽക്കുന്ന സാധനത്തിനെ മറികടക്കണമെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ലെങ്ത് ഓഫ് ദ ട്രെയിൻ. അപ്പം ട്രെയിനിൻ്റെ നീളം തന്നെ ആയിരിക്കും സഞ്ചരിക്കേണ്ടി വരിക. സോ നമുക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ. സ്പീഡ് എത്ര? സ്പീഡ് ഇവിടെ വെറുതെ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണോ ട്രെയിനിന് മറികടക്കേണ്ടത്? അല്ല, ബൈക്ക് ഓടിച്ചു വരുന്ന ഒരാളിനെയാണ്. അയാളുടെ സ്പീഡ് എത്ര? 15 മീറ്റർ പെർ സെക്കൻഡ്. 15 മീറ്റർ പെർ സെക്കൻഡിൽ അയാൾ ട്രെയിനിന് നേരെയാണോ വരുന്നത്? ട്രെയിനിന് ഓപ്പോസിറ്റ് ആണോ വരുന്നത്? സെയിം ഡയറക്ഷൻ. അപ്പോൾ സെയിം ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. അതെന്തിനാണ് റിലേറ്റീവ് സ്പീഡ് എടുക്കുന്നത്? ട്രെയിൻ പോകുന്ന അതേ ഡയറക്ഷനിലാണ് അയാളും പോകുന്നത്. അപ്പോൾ അയാളുടെ സ്പീഡിനെ മറികടന്ന് വേണം ട്രെയിൻ അയാളെ ഓവർടേക്ക് ചെയ്യാൻ. അപ്പം ട്രെയിനിൻ്റെ മൊത്തം സ്പീഡ് ട്രെയിനിന് കിട്ടുമോ? ട്രെയിനിൻ്റെ ഫുൾ സ്പീഡ് എത്ര? 25 മീറ്റർ പെർ സെക്കൻഡ്. മുമ്പേ ഒരുത്തൻ 15 km/h വേഗത്തിൽ പോവുക, അവനെ പുറകെ ചെന്ന് ചേസ് ചെയ്യണം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ മൊത്തം 25 അവനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുമോ? ഇല്ല. കാരണം അവൻ മുന്നേ ഓടുക, അവൻ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് 15 വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സ്ട്രാ ഉള്ള 10 കൊണ്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ റിലേറ്റീവ് സ്പീഡിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്ലാസ് കാണുക, ബേസ് ക്ലാസ് കാണുക. അതിൽ നല്ല വിശദമായിട്ട് ഞാൻ ഈ റിലേറ്റീവ് സ്പീഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ. നിങ്ങൾ റിലേറ്റീവ് സ്പീഡ് മനസ്സിലാക്കാതെ ഒരിക്കലും ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കരുത്. ആവറേജ് സ്പീഡും റിലേറ്റീവ് സ്പീഡും ഡിസ്റ്റൻസും സ്പീഡും ടൈമും ഒക്കെ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാതെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് വെറുതെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കരുത്. നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം ബേസ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയതിനു ശേഷമാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കാണേണ്ടത്. അല്ലെങ്കിൽ QA ഫുൾ ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൽ എല്ലാ ടോപ്പിക്സിൻ്റെയും ബേസിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു പൈസ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് അത് പഠിക്കാം. യൂട്യൂബിൽ ആ വീഡിയോ എല്ലാം കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് കാണുക. യൂട്യൂബിൽ വേറെ എവിടെയും കാണില്ല അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ്. അതെനിക്ക് ഉറപ്പാണ്. സോ അത് കാണുക, കണ്ട് മനസ്സിലാക്കി കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. റിലേറ്റീവ് സ്പീഡിനെ പറ്റി ഒരു കുന്തോ അറിയത്തില്ലെങ്കിൽ ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടുക. എന്തുകൊണ്ട് കുറയ്ക്കുന്നു, എന്തുകൊണ്ട് കൂട്ടുന്നു എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ബേസ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് സ്പീഡ് എടുക്കണം. എങ്ങനെയാണ്? സ്പീഡ് തമ്മിൽ കുറയ്ക്കണം. ട്രെയിനിൻ്റെ സ്പീഡ് 25, അയാളുടെ സ്പീഡ് 15 അല്ലേ. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് സഞ്ചരിക്കാനുള്ള ദൂരം, നമുക്ക് സഞ്ചരിക്കാനുള്ള ഡിസ്റ്റൻസ് എത്ര? 100 മീറ്റർ. സ്പീഡ് എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് എന്തോ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ മക്കളെ? അതെ. ഡിസ്റ്റൻസ് എത്ര? 100. സ്പീഡ് എത്ര? 10. 100/10 എത്ര കിട്ടും? 10 സെക്കൻഡ്. മീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും കിട്ടുന്നത് സെക്കൻഡ് ആയിരിക്കും. സോ ആൻസർ എത്ര? 10 സെക്കൻഡ്. ശരിയാണോ? അല്ലാതെ ഇവിടെ പോകാൻ തീർച്ചയായും 10 സെക്കൻഡ്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ. അതൊക്കെ അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? എ ബോട്ട് ക്യാൻ കവർ 150 km downstream in 6 hours and 135 km upstream in 9 hours. Find the distance covered by the boat in still water for 8 hours. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസും ഡൗൺ സ്ട്രീമിൻ്റെ ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക. ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര ആയിരിക്കും? ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് ആയ 150 ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീമിനെടുത്ത ടൈം. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ സ്പീഡ് കിട്ടും. എത്ര കിട്ടും? 25 km/h എന്ന് കിട്ടും ഡൗൺ സ്ട്രീം സ്പീഡ്. അതേപോലെ തന്നെ നമുക്ക് അപ്സ്ട്രീം സ്പീഡും കണ്ടുപിടിക്കാം. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 135 എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്സ്ട്രീമിന്. അതിനെടുക്കുന്ന സമയം 9. സോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ
ടൈം 135 ഡിവൈഡഡ് ബൈ 9 എത്ര കിട്ടുന്നു 15 km/h. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഡൗൺ സ്ട്രീം സ്പീഡും കിട്ടി അപ് സ്ട്രീം സ്പീഡും കിട്ടി. ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും അറിയാമെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വിച്ച് ഇട്ടതുപോലെ രണ്ട് കാര്യങ്ങൾ വരണം. എന്തൊക്കെയാ? ബോട്ടിന്റെ സ്പീഡ് അല്ലെ, ബോട്ടിന്റെ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം മൈനസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും അറിയാമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. എന്തോ? കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിന്റെ സ്പീഡും കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിന്റെ സ്പീഡും. എന്താണ് ഡൗൺ സ്ട്രീം, എന്താണ് അപ് സ്ട്രീം, എങ്ങനെയാ ബോട്ടിന്റെ സ്പീഡ് കിട്ടുക, എങ്ങനെയാ സ്ട്രീമിന്റെ സ്പീഡ് കിട്ടുക, എന്താണ് കോൺസെപ്റ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ വിശദമായിട്ട് ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്നും പറഞ്ഞൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചാൽ അല്ലെ അത് കണ്ടാൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആകും. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിന്റെ സ്പീഡ് എത്ര ആയിരിക്കും? 25 + 15 ഡിവൈഡഡ് ബൈ 2. 25 15 40. 40ന്റെ പകുതി 20 km/h എന്ന് കിട്ടും ബോട്ടിന്റെ സ്പീഡ്. അതാണ് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്. സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത വെള്ളം. ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ ബോട്ടിന്റെ സ്പീഡ് മാത്രമേ കാണത്തുള്ളൂ. ഒഴുക്കുള്ള വെള്ളത്തിലാണെങ്കിൽ അത് ഡൗൺ സ്ട്രീമും ആകാം അപ് സ്ട്രീമും ആകാം. അപ്പോൾ ഇവിടെ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും അല്ല, സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ മാത്രം സ്പീഡ്. അപ്പോൾ എന്തുവാ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഫോർ 8 hours. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് നമുക്ക് കിട്ടി 20 km/h. അപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്ര? സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് 20. ടൈം എത്ര? 8 മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 × 8 എത്ര കിട്ടും? 160 km. 160 km. ഓപ്ഷൻ ബി ശരിയാണോ? അല്ലാതെ എവിടെ പോകാൻ? ശരി. ഇതിലാണ് 160 km. അപ്പോൾ മനസ്സിലായല്ലോ, പഠിച്ചോണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ? ദ ലെങ്ത് ഓഫ് 3 sides ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. നല്ല റൈറ്റ് ട്രയാങ്കിൾ. ഏത് എ വന്നാലും എൻ്റെ വര ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. എന്ത് കഷ്ടമെന്ന് പറ, ഒരു ത്രികോണം പോലും വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. റൈറ്റ് ട്രയാങ്കിൾ വരച്ചു അല്ലേ. അപ്പോൾ ഇതാണ് മട്ട ത്രികോണം. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ എന്താ പറയുക? ദ ലെങ്ത് ഓഫ് ദ 3 sides x-4 x+4. ഏറ്റവും വലുത് ഏതാ? x+4. അത് ഹൈപ്പോട്ടനസ് ആയിരിക്കും. കാരണം അപ്പോൾ ഇതായിരിക്കും എന്ത്? x+4 എന്ന് പറയുന്ന ഈ സൈഡ് ആയിരിക്കും. ചെറിയ രണ്ട് വശങ്ങൾ, അത് നിങ്ങൾക്ക് ഏത് വേണേലും ആകാം. ഇതിപ്പോൾ ഞാൻ വരച്ചേക്കുന്ന ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ പോലെ തോന്നും. ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കുന്നത്. പോട്ടെ, എങ്കിലും ഞാനിപ്പോൾ ഇതിനെ x എന്നും ഇതിനെ ഞാൻ x-4 എന്നും എടുക്കുന്നു അല്ലേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ സാധാരണ നമുക്ക് പൈതഗോറസ് തിയറി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? x² പ്ലസ് x-4 സ്ക്വയർ ഈസ് ഈക്വൽ ടു x+4 സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് എഴുതും. ഇത് നിങ്ങൾക്ക് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. a-b² a+b² ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷേ നമ്മളോട് ആരും ഇത്രയും കഷ്ടപ്പെടാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്കിതിന് ഉത്തരം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സോ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആൻസർ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. 16 എടുത്ത് നോക്കുക. 16 എടുത്താൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വരും? എക്സ് എന്ന് പറയുന്നത് 16, x-4 എന്ന് പറയുന്നത് 12, x+4 എന്ന് പറയുന്നത് എത്രയാണ്? 16 4 20. ഇനി ഇത് ശരിയാണോ നോക്കിയാൽ പോരെ. എന്താണ്? ബേസ് സ്ക്വയർ 16ന്റെ സ്ക്വയർ അല്ല 12ന്റെ സ്ക്വയർ പ്ലസ് 16ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 20ന്റെ സ്ക്വയർ കിട്ടുമോ എന്ന് നോക്കിയാൽ പോരെ. 16ന്റെ സ്ക്വയർ എത്ര? 256. 12ന്റെ സ്ക്വയർ എത്ര? 144. ഇത് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 400 കിട്ടുമോ എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ 256 144 കൂട്ടിയാൽ എത്ര കിട്ടും? 400 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ശരിയാ. സോ 16. സോ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ ആണോ? യെസ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു രീതി ഉപയോഗിച്ച്, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്ത് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ എളുപ്പം ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മനസ്സിലാലോചിച്ച് ചെയ്യാമല്ലോ. 16ന്റെ സ്ക്വയർ എടുത്ത് നോക്കുന്നു, 256, 16 4 20ന്റെ സ്ക്വയർ എടുത്ത് നോക്കുന്നു, 100, ബാക്കി പിന്നെ 12ന്റെ സ്ക്വയർ അതിൽ നിന്ന് കുറച്ച്. അപ്പോൾ അങ്ങനെ 12ന്റെയും 16ന്റെയും സ്ക്വയർ തമ്മിൽ കൂട്ടിയ 20ന്റെ സ്ക്വയർ കിട്ടുമെന്ന് മനസ്സിലാലോചിച്ച് വേണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 4. സോ ആൻസർ 16. അടുത്ത ചോദ്യം നോക്കാം.
2 triangles CDE XYZ are similar to each other. ഈ സിമിലർ ട്രയാങ്കിൾ ഇതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെ ഇരിക്കും എന്ന് വെച്ചാൽ റേഷ്യോ സൈഡ് ആംഗിൾ എല്ലാം സെയിം ആയിരിക്കും, 3 ആംഗിളും എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് വേറെ ഒരു ട്രയാങ്കിൾ, രണ്ടും ഒരേപോലെ ഇരിക്കും. അപ്പോൾ ചോദിക്കും ഇതെന്തോ സാർ സമൂസ പോലെ ഇരിക്കുന്നല്ലോ, അല്ല ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി, 3 കോണുകൾ ഉണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ ട്രയാങ്കിൾ CDE ആണെങ്കിൽ അടുത്ത ട്രയാങ്കിൾ XYZ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തുവാണ്, ആംഗിൾ ഡി എത്ര, 30 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ Y എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താണ് ആംഗിൾ E 40 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ Z എന്ന് പറയുന്നത് എന്തായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ത്രികോണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തം 180 ആണ്. ഇവിടെ 40 30 70 ഡിഗ്രി ആയി. അപ്പോൾ ഇനി എത്ര വേണം, 180 ആവാൻ. ഇപ്പോൾ ഇത് 110 ഡിഗ്രി. അപ്പോൾ X എന്ന് പറയുന്നത് 110 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ടത് എന്താ, ആംഗിൾ X എത്ര കിട്ടി, 110 ഡിഗ്രി. സോ ആൻസർ ഓപ്ഷൻ എ. കണ്ടോ എന്ത് സമയം വേണം അല്ലെ, എന്താണിത് പടം വരച്ച് നോക്കേണ്ട പോലും ആവശ്യമില്ല. സിയും എക്സും ഈക്വൽ ആയിരിക്കും, ഇങ്ങനെ നോക്കിയാലും മതി. സിയും എക്സും ഈക്വൽ ആയിരിക്കും, ഡിയും വൈയും ഈക്വൽ ആയിരിക്കും, ഇയും ഇസഡും ഈക്വൽ ആയിരിക്കും, അങ്ങനെ നോക്കിയാലും മതി. സോ ആൻസർ 110 ഡിഗ്രി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്, ഫൈൻഡ് എ വോളിയം ഓഫ് എ കോൺ ഹൂസ് റേഡിയസ് ഇസ് 3.5 centimeter and the height is 12 centimeter. Take pi അത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഇല്ല, പൈയുടെ വാല്യൂ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ചോദ്യം ഇതാണ്, വോളിയം കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് 1/3 πr² h. 1/3 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 1/3 ഇൻറ്റു പൈക്ക് പകരം നമുക്ക് 22/7 എഴുതാം. r² എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇവിടെ 3.5 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, 3.5 സെൻറ്റിമീറ്റർ. നമുക്ക് പോയിന്റ് അങ്ങ് ഒഴിവാക്കി വേണമെങ്കിൽ നമുക്ക് ഈ 3.5നെ നമുക്ക് 7/2 എന്ന് എഴുതിക്കൂടെ, 7ൻ്റെ പകുതിയല്ലേ 3.5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് 7/2 സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം. എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ x ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ 7/2 ഇൻറ്റു 7/2, അപ്പോൾ 1/3 πr² ആയി. ഇനി h കൂടെ വേണം, h എത്രയാണ്, 12. ഓക്കെ, നമുക്കിനി ഇതിനെ വെട്ടിക്കളഞ്ഞ് ചെയ്യാം. അപ്പം ഈ 3നെയും ഈ 12നെയും കൂടെ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 4 12. പിന്നെ ഈ 2 ഇൻറ്റു 2 4 നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ 7 കൂടെ കട്ട് ചെയ്തു. പിന്നെ 22 ഇൻറ്റു 7 എന്ന് വരും. 22 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 154 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ, 154 സെൻറ്റിമീറ്റർ ക്യൂബ്. ശരിയാണോ? യെസ്, തീർച്ചയായും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ 1/3 πr² h എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. സിലിണ്ടറിൻ്റെ ആണെങ്കിൽ ആ 1/3 അവിടെ നിന്ന് മാറുമെന്നേ ഉള്ളൂ, πr² h. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചോദ്യം വളരെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 5 ചോദ്യങ്ങളാണ് എടുത്തത്. അപ്പം എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു, നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു 5 ചോദ്യം ഇപ്പോൾ ഞാനൊരു 20-25 മിനിറ്റ് എടുത്ത് നിങ്ങൾക്കൊരു വീഡിയോ ആക്കി തന്നു. 25 ആയിട്ടില്ല, എന്തായാലും ഒരു 20 മിനിറ്റ് താഴെ വരുള്ളൂ. അപ്പോൾ അത്രയും സമയം കൊണ്ട് നിങ്ങളൊരു വീഡിയോ, ഈ 5 ചോദ്യങ്ങൾ നിങ്ങളായിട്ടിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 4 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ ഈ 5 ചോദ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഒരു PDF മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. 99 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടും. മാത്സിൻ്റെ തന്നെ 3 ബുക്കുകളാണ് അതിനകത്തിലുള്ളത്, 3 PDF ബുക്കുകളാണ് അതിനകത്തിലുള്ളത്. ഏകദേശം കുറേ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മാത്സിൻ്റെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് കോൺസെപ്റ്റ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണത്. അപ്പോൾ വെറും 99 രൂപ മാത്രമേ അതിന് ചിലവുള്ളൂ. മാത്സിൻ്റെ മാത്രമല്ല, റീസണിങ്, അനേകം ചോദ്യങ്ങൾ റീസണിങ്ങിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ സയൻസ്, GK ഇതിൻ്റെയൊക്കെ ഒരുപാട് വർഷങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാറ്റിക് GKക്ക് വേണ്ടി പ്രത്യേക ഒരു മെറ്റീരിയലുണ്ട്, കമ്പ്യൂട്ടറിന് വേണ്ടി പ്രത്യേക ഒരു മെറ്റീരിയലുണ്ട്. സയൻസ്, GK ഒക്കെ 4 ബുക്കായിട്ടാണ് അതിലുള്ളത്. മൊത്തം 15 ബുക്കുകളാണ് അതിൽ ആകെ ഉള്ളത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വെറും 99 രൂപ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തു. എങ്ങനെയാണ് അത് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.